നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്ട്രൈക്കർ സ്ഥാനത്ത് 2 സീസൺ കളിച്ച താരമാണ് താരമായ ഡിമിട്രിയോസ് ഡയമൻറ്റോക്കോസ്. ഈ സീസണിലാകട്ടെ താരത്തിന് ഗോൾഡൻ ബൂട്ടും ലഭിച്ച വിവരം എല്ലാവർക്കും അറിയാം. അതിനുശേഷമായിരുന്നു ഇവാൻ ആശാനെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയത്. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു ഞെട്ടൽ ആരാധകരുടെ മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു. അഡ്രിയാൻ ലൂണയുടെ ഒരു വമ്പൻ കരാർ, അതായത് 2027 വരെ അഡ്രിയാൻ ലൂണയെ കരാറിൽ നിർത്തി ബ്ലാസ്റ്റേഴ്സിൽ നിലനിർത്തുകയായിരുന്നു. അതിനുശേഷമായിരുന്നു 2 ദിവസത്തിന് ശേഷം ഡിമിട്രിയോസ് ഡയമൻറ്റോക്കോസിൻ്റെ വീണ്ടും പ്രഖ്യാപനം വന്നത്. ഒഫീഷ്യലായിട്ട് ഡയമൻറ്റോക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നുവെന്ന്. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ താരമായ ഡയമൻറ്റോക്കോസിനെ നോട്ടമിട്ടിട്ട് ഐഎസ്എല്ലിലെ പ്രമുഖ ക്ലബ്ബായ ഈസ്റ്റ് ബംഗാൾ FC ടീമിലെത്തിക്കാൻ ചർച്ചയിലാണെന്നും അതേപോലെ തന്നെ താരവുമായിട്ട് ഡീൽ ഉറപ്പിക്കാൻ പോകുന്നുവെന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് പുറമെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ ദിമിക്ക് പുറമെ റോയ് കൃഷ്ണ നമുക്കറിയാം മികച്ച രീതിയിലാണ് ഈ സീസണിൽ മോഡിഷ എഫ്സിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതും. ഗോൾഡൻ ബൂട്ട് ലഭിക്കേണ്ട താരമായിരുന്നു. താരം കുറച്ച് മത്സരങ്ങൾ കൂടിപ്പോയത് കൊണ്ട് മാത്രമാണ് താരത്തിന് ഗോൾഡൻ ബൂട്ട് ലഭിക്കാതെ പോയത്. എന്തായാലും റോയ് കൃഷ്ണയും ഇപ്പോൾ സൈൻ ചെയ്യാൻ പോകുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കല്ല, ദിമിക്ക് പുറമെ ഈസ്റ്റ് ബംഗാൾ FC തന്നെയാണ് റോയ് കൃഷ്ണനെയും ടീമിലെത്തിക്കാൻ ഇപ്പോൾ നോട്ടമിട്ടുകൊണ്ട് ഈസ്റ്റ് ബംഗാൾ FC. എന്തായാലും ഈസ്റ്റ് ബംഗാൾ FC തൂക്കിയടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വീഡിയോ